ഇന്ന് തൈര് വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനം തേങ്ങയും വേണ്ട, ഒന്നും വേണ്ട. അതിനാവശ്യമുള്ള സാധനങ്ങൾ ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, സവോള, തക്കാളി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ കുറച്ച് കായപ്പൊടി വേണം കേട്ടോ. ഇത് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് തൈര്, ഇതിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു ഇടത്തരം ക്യാരറ്റ്, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി കുഞ്ഞിതായിട്ട് അരിഞ്ഞത്. വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർക്കണം. തേങ്ങ ഇല്ലെങ്കിലോ, തേങ്ങ ഇല്ലെങ്കിൽ പെട്ടെന്ന് മോരുകറി വയ്ക്കാനായിട്ട് നമുക്ക് പാടില്ല. അതുകൊണ്ട് തേങ്ങ ഇല്ലയെന്ന് ഓർത്തുകൊണ്ട് ഒരു വിഷമിക്കേണ്ട, നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് നല്ല പോലെ യോജിപ്പിച്ച് തൈര് നല്ല പോലെ അങ്ങ് ഉടച്ചിട്ട് ചേർത്ത് വെക്കണം കേട്ടോ. ഇനി നമുക്കിത് അടച്ചങ്ങ് വെച്ചേക്കാം. കുറച്ച് സമയം നമ്മൾ ബാക്കി പരിപാടി ചെയ്യുമ്പോഴത്തേനും ഇത് കറക്റ്റ് ആയിക്കോളും. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്കിത് 1 സ്പൂൺ കടുക്. കടുക് ഇച്ചിരി കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൊട്ടി കഴിയുമ്പോഴത്തേനെ ഒരു 3-4 പത്തലമുളക്. ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് നിറച്ച് ഉള്ളി മതി. ഉള്ളി ഉള്ളൊരു ഉള്ളി, അല്ലെങ്കിൽ സവോള ഉള്ളെങ്കിൽ സവോള. സവോളയാണെങ്കിൽ ഒരു ചെറിയ സവോള മുഴുവനും. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. ഈ തേങ്ങയില്ലാത്തതുകൊണ്ട് കറി ഉണ്ടാക്കിയില്ലെന്ന് ആരും പറയരുത്. വിരുന്നുകാരൊക്കെ വരില്ല. അന്നേരം നമുക്ക് തേങ്ങയില്ല, ഇനിയിപ്പോൾ കടയിൽ പോകാൻ സമയമില്ല. അന്നേരം എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കൊടുത്തു നോക്കിയാൽ നല്ല ഒരു മെഴുക്കുവരട്ടി, നല്ല മുളക് വറുത്തോ, ഉണക്കമീൻ വറുത്തോ, അല്ലെങ്കിൽ പച്ചമീൻ വറുത്തോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇതിലേക്ക് എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. അന്നേരം 2-3 എണ്ണം കിടന്നാലും കുഴപ്പമില്ല. നമ്മുടെ ചീനയിലുണ്ടായ പച്ചമുളകാണ്, എരിവില്ല. അന്നേരം ഇച്ചിരി അതിനകത്ത് 3-4-5 എണ്ണം ഇട്ടാലും കുഴപ്പമില്ല. ഇത് ഈ പച്ചമുളകിൻ്റെ മാത്രമേ എരിവുള്ളൂ, നമ്മൾ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല. ഇത് ഫ്രൈ ആകുമ്പോഴത്തേനും ഇതിനകത്തേക്ക് നമ്മുടെ തക്കാളിക്ക് ഈ കറിവേപ്പിലയും കൂടെ വേണ്ടിയ. ഇതിനകത്തേക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ്, മറ്റേതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുക. തക്കാളിക്കും സവോളയ്ക്കും ആവശ്യമുള്ള ഉപ്പ്. നല്ല വെള്ളം പറ്റി നല്ല വഴഞ്ഞു വരണം. ഇത് വീഡിയോ പിടിക്കുന്നത്ര കൂടെ സമയം വേണ്ട നമുക്കിത് കറി ഉണ്ടാക്കാനായിട്ട്. നിയമിച്ച നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല പുളിയുള്ള കറി കൂട്ടി ചോറുണ്ണാൻ ഇഷ്ടമുള്ളവരില്ലേ. മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കണ്ട. തക്കാളി നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ള് കായപ്പൊടി ചേർക്കും.
കായപ്പൊടി ചേർത്തിട്ട് പിന്നെ തീ കത്തിക്കണ്ട, തീ കടത്തേക്കുക. ഇത് നമ്മുടെ തൈരിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെ ഇങ്ങനെ ചേർത്ത് വെക്കണം. കണ്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു, എന്താ പേര് പറയേണ്ടതെന്നറിയില്ല, തൈരും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡിഷ്. തൊട്ട് നക്കാൻ തോന്നും, വായിക്കടെ വെള്ളം വരും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ കറിയാണ്. ക്യാരറ്റ് കഴിക്കില്ലാത്തവർക്കും ഇത് ഉള്ളിൽ ചെല്ലുമ്പോൾ നല്ലതാണ്. ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വിരുന്നുകാർ വരുമ്പോഴോ അല്ലാതെ നമുക്ക് തന്നെ കഴിക്കാം. ഈ ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാവുന്ന സാധനമാണ്. ഇച്ചിരി പുളി കുറവുള്ളതാണേലും കുഴപ്പമില്ല, അതായിരിക്കും നല്ലത്. 2 ദിവസം ഇരിക്കുമ്പോഴത്തേനും പുളി പാകത്തിനായിക്കോളും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.